വയനാട് വണ്ടിക്കടവിലെ നരഭോജി കടുവ കൂട്ടിൽ പുലർച്ചെ 1:30-ഓടെയാണ് 14 വയസ്സുള്ള കടുവ കൂട്ടിലായത്. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും 1:30-ഓടെയായിരുന്നു നരഭോജി കടുവ കൂട്ടിലാകുന്നത്. ഒരു നാടിനെ ആകെ ഭീതിയിലാഴ്ത്തിയ കടുവയാണ് കൂട്ടിലായിരിക്കുന്നത്. പുലർച്ചെ 1:30-ഓടെയായിരുന്നു കടുവ കൂട്ടിലാകുന്നത്. ഇതുതന്നെയാണോ നരഭോജി കടുവ എന്ന കാര്യത്തിലൊക്കെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയ മാരൻ എന്നയാളെ കടിച്ചു കൊന്ന നരഭോജി കടുവ തന്നെയാണ് ഇതെന്ന് തന്നെയാണ് സംശയിക്കുന്നത്. വിവരങ്ങളുമായി ജയരാജ് ബത്തേരി ചേരുന്നുണ്ട്. ജയരാജ്, ഈ നരഭോജി കടുവ ഇത് തന്നെയാണെന്നുള്ള സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായോ? ഇനി എന്താണ് മറ്റു നടപടിക്രമങ്ങൾ? അനുശ്രീ, പുൽപ്പള്ളിയിൽ വയോധികനെ കടിച്ചു വന്ന കടുവ കൂട്ടിലായി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് ഇന്ന് പുലർച്ചെ 1:30-ഓടെ കടുവ അകപ്പെട്ടത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു പുൽപ്പള്ളി ദേവർഗ എന്ന് പറയുന്ന സ്ഥലത്ത് പൂമൻ എന്ന വയോധികനെ കടുവ കടിച്ച് കൊണ്ടുവന്നത്. അതിനുശേഷം കടുവയ്ക്കായുള്ള തിരച്ചിൽ തുടർന്നു. എന്നാൽ അന്ന് രാത്രി വനംവകുപ്പിന്റെ ഒരു ക്യാമറയിൽ ഒരു കടുവയുടെ ചിത്രം പതിഞ്ഞെന്നല്ലാതെ പിന്നീട് കടുവയെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്ന. അതിന് പിറ്റേ ദിവസമാണ് മറ്റൊരു സ്ഥലത്ത്, അതായത് മാടപ്പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് കടുവയുടെ ഒരു സാന്നിധ്യം കാണുന്നത്. അന്നാണ് വൈറ്റിലെ ഉദ്ഘാടൻ കടുവയെ പിടികൂടാനുള്ള ഒരു ഉത്തരവിറക്കിയത്. അതിനുശേഷം ഈ കടുവയെ പിടികൂടാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു വനംവകുപ്പ്. അത് ഇന്ന് 1:30-ഓടെ അല്ലെങ്കിൽ പുലർച്ചെ 1:30-ഓടെ തന്നെ കടുവ കൂട്ടിലായതായിട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം. എന്തായാലും ഈ കടുവയുടെ പ്രാഥമിക പരിശോധനയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചിത്രത്തിൽ പതിഞ്ഞ കടുവ തന്നെയാണ് എന്നുള്ളതാണ്. അതിന്റെ മുറിപ്പാടുകളും മറ്റും പരിശോധിച്ചത് ബന്ധപ്പെട്ട് ഈ കടുവ തന്നെയാണ് വയോധികനെ കൊന്നത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. പക്ഷേ ഈ കടുവ പ്രായാധിക്യമുള്ള കടുവ എന്നാണ് വനംവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടുവയെ ചികിത്സിച്ച് അല്ലെങ്കിൽ കാട്ടിലേക്ക് വീണ്ടും വിടാൻ പറ്റിയ ഒരു രീതിയിലുള്ള കടുവയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കടുവകളെ ഈ പുനരധിവാസ കേന്ദ്രത്തിലേക്കാണ് മാറ്റുക. ഇവിടെ സുൽത്താൻ ബത്തേരിയിൽ തന്നെ കുപ്പാടിയിലാണ് ഏറ്റവും വലിയൊരു പുനരധിവാസ കേന്ദ്രമുള്ളത്. തീർച്ചയായും അങ്ങോട്ട് മാറ്റാനാണ് സാധ്യത. ഇത്തരത്തിൽ അക്രമകാരികളായ കടുവകളെ ജീവിതകാലം മുഴുവൻ പുനരധിവസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. എന്തായാലും ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ആ കടുവ തന്നെയാണ് എന്നുള്ളതാണ്. അനുശ്രീ, ശരി. ജയരാജ് ബത്തേരിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. നരഭോജി കടുവ കൂട്ടിലായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്.